ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നത് ഇന്നലെ രാത്രിയിൽ ആര്യൻ, റെന, നെവിൻ ഇവർ മൂന്നുപേരും കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. ആര്യൻ്റെ കട്ടിലിൽ കിടന്ന നെവിനെ ആര്യൻ ചവിട്ടി എണീപ്പിക്കുന്നു. ആര്യൻ നെവിൻ്റെ കട്ടിലിൽ പോയി കിടക്കുന്നു. പിന്നെ നെവിൻ ആര്യൻ്റെ കട്ടിലിൽ നിന്ന് എണീക്കുന്നു. അവിടെ വന്ന് റെന കിടക്കുന്നു. റെനയെ എണീപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ആര്യൻ അവളുടെ മേലേക്ക് കയറി കിടക്കുന്നത്. അത് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തമാശകളാക്കാം, എന്നാലും അനീഷ് പറയുന്നത് പോലെ ഒരു കയ്യകലം അതാണ് ഏറ്റവും നല്ലത്. റെന ശരിക്കും പേടിച്ചു. ബിന്നിയുടെ അടുത്ത് പോയിട്ട് കരയുന്നുണ്ട്. ബിന്നി, നെവിൻ, അനു ഇവർ മൂന്നുപേരും ഇന്നലെ തന്നെ ഈ സംഭവം കണ്ടിരുന്നു. ബിന്നിയും നെവിനും ഇത് നേരിട്ട് കണ്ടതാണ്. റെന കരയുന്ന കണ്ട് അനു വന്ന് ചോദിക്കുമ്പോൾ റെന ആര്യൻ ഇങ്ങനെ ചെയ്ത കാര്യം അനുവിനോട് ഇന്നലെ തന്നെ പറയുന്നുണ്ട്. ഇന്ന് രാവിലെയും റെന കരച്ചിലായിരുന്നു. വീട്ടുകാരെ വന്ന് ചോദിക്കുമ്പോഴാണ് ഇന്നലെ നടന്ന സംഭവം ബാക്കിയുള്ളവരെല്ലാം അറിയുന്നത്. എന്നാൽ മസ്താനി, ഒനിൽ, ലക്ഷ്മി ആ ഒരു വിഷയമുണ്ട്. അതിൽ ലക്ഷ്മി ഓവറായിട്ട് റിയാക്ട് ചെയ്തതുകൊണ്ട് ഈ വിഷയത്തിൽ ഓവറായിട്ടൊരു പ്രതികരണം നടത്താൻ വീട്ടുകാരൊന്നും തയ്യാറാവുന്നില്ല. അവരെ കുറ്റം പറയാനും പറ്റും. ഒനിൽ, മസ്താനി ആ ഒരു സംഭവം ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ആര്യൻ മനഃപൂർവ്വം ചെയ്തതാണ്. ആര്യൻ ഞാൻ തമാശയ്ക്ക് ചെയ്തതാണെന്നും റെന ഒരു വലിയ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. റെനയ്ക്ക് നല്ല പേടിയുണ്ട്, കൺഫ്യൂസ്ഡുമാണ്. മസ്താനി ഒന്ന് പ്രതികരിച്ചത് കൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ റെനയ്ക്ക് അറിയാം. എന്നാൽ മസ്താനിയുടെ വിഷയവും റെനയുടെ ഈ വിഷയവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറ്റക്കാരനാക്കിയപ്പോൾ ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നു. അതാണ് റെനയുടെ പേടി. ആരിനെതിരെയും ഇങ്ങനെയൊരു പരാമർശം നടത്തിയാൽ തൻ്റെ പുറത്തുള്ള ഇമേജിനെ അതെങ്ങനെ ബാധിക്കും? ലക്ഷ്മിയും മസ്താനിയും കുറ്റക്കാരികൾ ആയതുപോലെ സമൂഹം തന്നെയും കുറ്റക്കാരിയാക്കുമോ എന്നാണ് റെനയുടെ പേടി.